ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്യൂ ഗുഡ് റെസിപ്പീസ്. ഇന്ന് വന്നിട്ടുള്ളത് ആലു പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. ആലു പൊറോട്ട എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റഫ് ചെയ്തിട്ടുള്ള ആലു പൊറോട്ട മാത്രമേ അറിയൂ. പക്ഷേങ്കിൽ സ്റ്റഫ് ഒന്നും ചെയ്യാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ളത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ബോയിൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നൊക്കെ തന്നെ നന്നായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ആണ് ക്വാണ്ടിറ്റി വേണ്ടത് അതനുസരിച്ചിട്ട് പൊട്ടറ്റോയുടെ എണ്ണം വർദ്ധിപ്പിക്കാം. അപ്പം ഞാൻ ഒരു 3 എണ്ണം വെച്ചിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഒരു മാഷർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഇനി മാഷർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്റർ ഉപയോഗിക്കാം. ഗ്രേറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നതാണെങ്കിൽ നല്ല പോലെ തന്നെ കട്ടകളൊന്നും കെട്ടാതെ തന്നെ നന്നായിട്ട് നമുക്കിതൊന്ന് ഉടഞ്ഞു കിട്ടും. ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി എല്ലാം തന്നെ ഇതുപോലെ നന്നായിട്ട് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടയൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ദിൽ ലീവ്സ് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കൊറിയാണ്ടർ ലീവ്സോ അതുപോലെ തന്നെ പാസ്ലി ലീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതിയാകും. ഓപ്ഷണലാണ്, ഇട്ട് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആട്ട എത്രയാണ് വേണ്ടത് അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് ആട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ വാട്ടർ ആഡ് ചെയ്യാൻ പാടില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മാത്രം ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ചായിട്ട് വേണം വാട്ടർ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ല ഒരു ഡോ ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂണോളം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പച്ച വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വെളിച്ചെണ്ണ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്നുകൂടി നന്നായിട്ടൊന്ന് നീഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നല്ലപോലെ നീഡ് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് നല്ലപോലെ ഒരു സോഫ്റ്റ് ബോൾ ആക്കിയിട്ട് നമുക്കിത് മാറ്റിയെടുക്കാം. നല്ല കണ്ടില്ലേ, ഇതുപോലെ എല്ലാം തന്നെ ഞാനിവിടെ ബോളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിത് പരത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഫ്ലോർ റൊട്ടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് റൗണ്ട് ആക്കിയ ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നിങ്ങൾക്ക് കിട്ടും. ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൊട്ടറ്റോ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിയുടെ ഒരാവശ്യം ഇതിനില്ല കേട്ടോ. ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി എണ്ണ കൂടി തൂത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ചൂടായ പാനിലേക്ക് വേണം ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഓയിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തൂക്കി കൊടുക്കാം. ഞാൻ ഇച്ചിരി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. ഈ ചപ്പാത്തി വളരെ സോഫ്റ്റാണ്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇതുപോലെ എല്ലാ ചപ്പാത്തിയും ഞാൻ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. കണ്ടോ, ഇതിന് കറിയുടെ ഒരാവശ്യമില്ല. അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. കുറച്ച് തൈര് ഉണ്ടെങ്കിൽ അത് മാത്രം മതി. ഞാനിവിടെ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ബട്ടറും തൈരും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.